നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്ന് തകർന്ന് തരിപ്പണമായിരിക്കുന്ന പിണറായി വിജയനെ ആത്മവിശ്വാസം കൊണ്ട് പൊതിയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നും വലിയ ആത്മവിശ്വാസമാണ് വെള്ളാപ്പള്ളി പ്രകടിപ്പിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ തകർന്ന് തേഞ്ഞൊട്ടിയിരിക്കുന്ന പിണറായിക്ക് ഇതിലും വലിയ ആശ്വാസം വേറെ എന്ത് കിട്ടാനാണ്? ഒരാളെങ്കിലും പറയുന്നുണ്ടല്ലോ തുടർഭരണം ഉണ്ടെന്ന്, പിണറായി തന്നെ നേതാവെന്ന്. കൂട്ടത്തിലുള്ള തൊട്ടികളും തോൽവികളും വരെ പിണറായിയെ ഇങ്ങനെ തള്ളിപ്പറയുമ്പോഴാണ് ആ വെള്ളാപ്പള്ളി നടേശൻ ദേ കണ്ടോ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. എന്താണ് ഇരുവരും തമ്മിലുള്ള ഡീലെന്ന് ഇതുവരെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. വെള്ളാപ്പള്ളി പിണറായിയെ പൊക്കിയടിക്കുന്നു, പിണറായി വെള്ളാപ്പള്ളിയെ പൊക്കിയടിക്കുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു ഡീൽ ഇരുവരും തമ്മിൽ ഉണ്ട്. പക്ഷെ വല്ലാത്ത ആത്മവിശ്വാസമാണ് പിണറായിക്ക് വെള്ളാപ്പള്ളി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. തൻ്റെ സുഹൃത്ത് ഒന്ന് തളർന്ന് താഴെ വീണാലും ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണല്ലോ യഥാർത്ഥ ഒരു സുഹൃത്ത്. അങ്ങനെ നോക്കുമ്പോൾ പിണറായിക്ക് സ്വന്തം പാർട്ടിയിലുള്ളവരെക്കാൾ നല്ല സുഹൃത്ത് വെള്ളാപ്പള്ളിയാണെന്ന് പറയേണ്ടി വരും. എന്തോ വലുത് വരാനിരിക്കുന്നുണ്ട്. എന്തായാലും മെയ് 4-നായിരിക്കും ആ വലുത് വരാനിരിക്കുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണണം റിസൾട്ട് എന്തായാലും. പക്ഷെ വെള്ളാപ്പള്ളി പറയുന്നുണ്ട് ഭൂരിപക്ഷം കുറഞ്ഞാലും LDF തന്നെ അധികാരത്തിൽ വരുമെന്ന്. എന്താണ് വെള്ളാപ്പള്ളിയുടെ ഈ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം? ഒറ്റ കാര്യമേ ഉള്ളൂ. ആ പിണറായി എന്നുള്ള ആ ഒരു ഓറയുണ്ടല്ലോ, ആ ഒരു പ്രഭാവം, അതിനെ അങ്ങ് നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. അത് ഇരട്ട ചങ്ക് തന്നെയാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അത് ഈ മെയ് 4-ന് പെട്ടി പൊട്ടിക്കുമ്പോൾ നിങ്ങൾ കാണുമെന്ന് വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നു. UDF അവന്മാരവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടി നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവന്മാരെ കൊണ്ട് എന്തിനു കൊള്ളാമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ശരിയാണ്, അവന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. പക്ഷേ ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഈ എക്സിറ്റ് പോളിലൂടെയും പുറത്തു വരുന്നത്. എക്സിറ്റ് പോൾ നമ്മൾ അത്ര കണ്ടങ്ങ് വിശ്വസിക്കേണ്ടതുമില്ല. മെയ് 4-ന് പെട്ടി പൊട്ടിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷെ അപ്പോഴും പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ എതിർക്കുന്ന വലിയൊരു കൂട്ടർ ഇവിടെയുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ അത് അവരുടെ മിടുക്കുകൊണ്ടല്ല എന്നുള്ളത് ഇവിടുത്തെ കേരളത്തിലെ ഓരോ മനുഷ്യർക്കും അറിയാം. കാരണം പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ ഇനി സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് UDF-ന് കൊണ്ട് അധികാരം കൊടുക്കുന്നു. അല്ലാതെ അവരുടെ കേമത്തം കൊണ്ടൊന്നുമല്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തായാലും നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം. പക്ഷേ പിണറായി വിജയൻ ഒരു കാലത്തും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ നിൽക്കരുത്. കാരണം ഇതുപോലെ ഒരു സുഹൃത്തിനെ വേറെ എവിടെയും കാണാൻ കിട്ടില്ല. എന്തായാലും വെള്ളാപ്പള്ളിയുടെ പ്രവചനങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. പക്ഷേ ഇതിനിടയിൽ കാണേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. നൈസ പിണറായിക്കിട്ട് വെള്ളാപ്പള്ളി തേക്കുന്നുണ്ടോ എന്നുകൂടി നമ്മളൊന്ന് സംശയിക്കണം. കാരണം പിണറായിയെ ചിരിച്ചു കാണിച്ചുകൊണ്ട് വോട്ട് മുഴുവൻ അങ്ങ് BJP-യിലേക്ക് ചോർത്തിക്കൊടുത്തോ വെള്ളാപ്പള്ളി എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ വോട്ടുകൾ ഏതൊക്കെ വഴിക്ക് ഒഴുകി എന്ന് ഒരു താത്വികമായ അവലോകനം നടത്തുമ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും. വെള്ളാപ്പള്ളി നടേശൻ പിണറായിയുടെ നല്ല സുഹൃത്താണോ അതോ കാലുവാരിയാണോ എന്നുള്ളത്. കാരണം ഈ വെള്ളാപ്പള്ളി നടേശന് BJP-യുമായിട്ടും ഒരു ചെറിയ ചായവുമൊക്കെ ഉള്ള ആളാണ്. മാത്രമല്ല വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അങ്ങ് BDJS-ന്റെ നേതാവാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ 2 വള്ളത്തിൽ കാല് ചവിട്ടിയാണ് വെള്ളാപ്പള്ളി നിൽക്കുന്നത്. ഏതെങ്കിലും വള്ളം മുങ്ങിയാൽ അടുത്ത വള്ളത്തിലേക്ക് കയറുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ ഒരേ ഒരു സ്ട്രാറ്റജി. അല്ലാതെ പിണറായി വിജയനോട് വലിയ ആത്മാർത്ഥ സ്നേഹവും സൗഹൃദവും ഉണ്ടായതുകൊണ്ടൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല. വെള്ളാപ്പള്ളിയുടെ ഒരു ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ വിലയിരുത്താൻ കഴിയും. എന്തായാലും വെള്ളാപ്പള്ളിയുടെ പ്രവചനം നമുക്ക് നോക്കാം. എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലായ്പ്പോഴും ശരിയല്ലെന്നും 4-ാം തീയതി വരെ കാത്തിരിക്കുന്നതല്ലേ ശരിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി സർക്കാർ വരും എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി ഒരുപക്ഷെ അത് തന്റെ ആഗ്രഹമായിരിക്കാം എന്നും കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ആഗ്രഹം എന്നുവരെ ആയിട്ടുണ്ട്. അതായത് എക്സിറ്റ് പോൾ വരുന്നതിന് മുൻപ് വരെ വെള്ളാപ്പള്ളി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് 100% ഇടതുപക്ഷം അധികാരത്തിൽ വരും, പിണറായി മുഖ്യമന്ത്രിയാകും എന്നായിരുന്നു. വലിയ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നപ്പോൾ ആ വാക്കുകളിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വന്നത് നിങ്ങൾ കണ്ടോ? ഒരുപക്ഷെ അതിൻ്റെ ആഗ്രഹമായിരിക്കാം എന്ന്. നല്ല ബെസ്റ്റ് ചങ്ങാതിയാ. ഇടതുപക്ഷം ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും LDF വരുമെന്നാണ് കണക്ക് കൂട്ടൽ. ലീഗ് നേതാക്കൾ പറയുന്നത് സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ്. ലീഗ് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. സാദിഖ് അലി തങ്ങളുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഇങ്ങനെ ഒരു വിമർശനം. കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസ് ആണ് പറയേണ്ടത്, ലീഗ് അല്ല എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. UDF ഭരണം വന്നാൽ ലീഗ് ഭരിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ലീഗായിരിക്കും ഭരിക്കുന്നത്.
UDF വന്നാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ തെളിവാണിത്. മാറാട് ആവർത്തിക്കും. ലീഗിന്റെ മുഖ്യമന്ത്രി വന്നാലും അത്ഭുതപ്പെടാനില്ല. പെട്ടി പൊട്ടിച്ചാൽ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും വേണമെന്ന് പറയും. UDFിലെ ഘടകകക്ഷികൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവരാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. ഇടതുപക്ഷം തോറ്റാൽ ജനാധിപത്യം തോറ്റു എന്നാണ് അർത്ഥം. അവിടെ മതാധിപത്യം ജയിക്കും. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഹോമവും തുലാഭാരവും നടത്തുന്ന നേതാക്കളാണ് ഇവരൊക്കെ. അധികാരത്തിൽ വന്നാൽ എന്താകും അവസ്ഥ? KC വേണുഗോപാലും സതീശനും ചെന്നിത്തലയും പരവശരായി നടക്കുകയാണ്. CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പോരായ്മകൾ ഉണ്ടായി എന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചു. 10 വർഷം ഭരണത്തിലിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി. താഴെ തട്ടിലുള്ളവരായ LDF അണികൾ തെരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നില്ല. ന്യൂനപക്ഷ വോട്ടുകൾ LDFന് വിചാരിച്ചതുപോലെ കിട്ടിയിട്ടില്ല. BJP നല്ല പ്രകടനം കാഴ്ചവെച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം മികച്ചതാണെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചേക്കും. BJP പിടിക്കുന്ന വോട്ടുകൾ 2 മുന്നണികൾക്കും തിരിച്ചടിയാകും. ഇത് പാകിസ്ഥാനല്ല, കേരളമാണ്. കൂടെ നിൽക്കാത്തവരെയൊക്കെ ലീഗ് ശത്രുവാക്കുന്നു. കൂടെ നിന്നപ്പോൾ എന്നെ പൊക്കിക്കൊണ്ട് നടന്നില്ലേ? കൂടെ നിൽക്കാത്തപ്പോൾ എൻ്റെ കോലം വരെ കത്തിച്ചു. ലീഗിനെ വിമർശിച്ചാൽ മുസ്ലിം സമുദായത്തെ വിമർശിച്ചു എന്നാക്കി മാറ്റുന്നു. മലപ്പുറം ലീഗിന്റെ രാജ്യമല്ല. അത് പറയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യമില്ല. UDF അധികാരത്തിൽ വരരുതെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാകണമെന്ന് പറയുന്നില്ല. UDF അധികാരത്തിൽ വരരുത് എന്നാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹം. പിണറായി വരണം, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹമെന്ന് വെള്ളാപ്പള്ളി ആവർത്തിച്ചു പറഞ്ഞു. പിണറായി ഒരു ശുദ്ധനാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശരിയല്ല എന്നതാണ് പ്രശ്നത്തിന്റെ കാരണമെന്നും വെള്ളാപ്പള്ളി പറയുന്നു. മുഖ്യമന്ത്രി പലതും അറിയുന്നില്ല. ആലപ്പുഴ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി. അതിൽ നിരാശനായിരുന്നു. UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ അടിച്ചു കയറി. UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ആധിപത്യമാകുമെന്നും മതാധിപത്യം വളരുമെന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനാണ് കൂടുതൽ ആളുകളുടെ പിന്തുണയെന്നാണ് തനിക്ക് തോന്നുന്നത് എന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചത്. എക്സിറ്റ് പോളിൽ VD സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും പിന്തുണ കിട്ടിയത് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു പ്രതികരണം. അതെ, അത് അങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിധി എഴുതുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാകുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇതിനെ കൂടി വെള്ളാപ്പള്ളി വിമർശിച്ചിരുന്നു. അതായത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കും, ലീഗ് എന്തിനാണ് അതിൽ മറുപടി പറയുന്നത് എന്നുള്ള ചോദ്യമാണ് വെള്ളാപ്പള്ളി ഉയർത്തിയിരിക്കുന്നത്. പിണറായി കേരളം ഭരിക്കും, വീണ്ടും LDF അധികാരത്തിൽ വരും, പിണറായി തന്നെയാണ് ഭരിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ അതെന്റെ ആഗ്രഹമായിരിക്കാം എന്ന് വരെ വെള്ളാപ്പള്ളിക്ക് മാറ്റി പറയേണ്ട ഒരു ഗതികേടാണ് വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി ഇതിനു മുൻപ് എന്തെല്ലാം വെല്ലുവിളികളായിരുന്നു UDFനോട് നടത്തിയത്. VD സതീശനുമായി യുദ്ധമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ വരുമെന്നത് എൻ്റെ ആഗ്രഹമായിരിക്കാം എന്നുള്ള ആ ഒരു പ്ലേറ്റ് മാറ്റലുണ്ടല്ലോ, ഇതാണ് നമ്മൾ കാണേണ്ടത്. മാത്രമല്ല BJPയെയും ഇടയ്ക്കൊന്ന് പൊക്കി പറഞ്ഞില്ലേ, അപ്പോൾ കുറച്ചധികം വോട്ടുകൾ വെള്ളാപ്പള്ളി BJPക്കും പിടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ ഒരു വലിയ ആശ്വാസത്തിൽ നിൽക്കുന്നത് VD സതീശനാണ്. അവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരു ത്രികോണ പോര് നടക്കുകയായിരുന്നല്ലോ, അതായത് KC, RC, VD. ഇപ്പോൾ മുസ്ലിം ലീഗ് VD സതീശനെ പിന്തുണച്ച് ചില പ്രസ്താവനകൾ നടത്തിയതോടെ വലിയ ആവേശത്തിലാണ് VD ക്യാമ്പ്. UDF ജനവികാരം പരിഗണിച്ച് തന്നെയായിരിക്കും തീരുമാനമെടുക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ജനവികാരം പരിഗണിക്കുമെന്നും പാണക്കാട് തങ്ങൾ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡും ജനവികാരം മാനിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. എന്തായാലും ഈ ഒരു ലീഗിന്റെ ഈ ഒരു പ്രസ്താവന അത് വലിയ ആവേശത്തിലാണ് VD ക്യാമ്പ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ തന്നെ വരുമോ? വീണ്ടും മനക്കോട്ടകൾ കെട്ടുകയാണ് VD സതീശൻ. എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോള് അത്ര നല്ല സൂചനയല്ല നൽകുന്നത്. പക്ഷേ കാത്തിരിക്കണം, ജനവിധി എന്താണ് എന്നുള്ളത് അറിയാൻ നമ്മൾ മെയ് 4 വരെ കാത്തിരിക്കണം. ആ മെയ് 4 വരെയുള്ള ഗ്യാപ്പിൽ ഇവിടെ പലതും സംഭവിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.